മുട്ടയും സവാളയും ഇരിപ്പുണ്ടോ? വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാൻ ആദ്യം ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 3 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് ഈ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും ചെറുതീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വേറെ പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറും ഉണ്ടാവും, അതുപോലെ ആവശ്യത്തിനുള്ള എരിവായിരിക്കും, എന്നാൽ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുന്നതിന് മുൻപായിട്ട് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കണം. ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കാണ് മുട്ട നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് മീതെ നമുക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് കൂടി വിതറി കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഈ ഒരു കറിക്ക് ഉണ്ടാവുക. ഇന്നലെ ചൂടോടുകൂടി നമുക്ക് ചപ്പാത്തി, റൊട്ടി, നാൻ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ.